ഇതാണ് ഡയറക്ടർ ശ്യാം പ്രസാദിന്റെ വീട്. ഹലോ ഫ്രണ്ട്സ്, വീഡിയോ കാണുന്ന മുമ്പായി നിങ്ങളുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകാൻ മറക്കല്ലേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനിൽ ഓൾ കൂടി പ്രസ് ചെയ്യുക. േക്ക് പോകുന്ന വഴിയാണ്. നമ്മളിപ്പോൾ ഇറങ്ങി നിൽക്കുകയാണ്. ഒരു മനോഹരമായൊരു പാലം നമുക്ക് കാണാൻ കഴിയുന്നു. പാലത്തിൻ്റെ അടിയിലൂടെ വെള്ളം ഒഴുകി പോകുന്നത് കാണാം. കല്ലാറ് വഴിയുള്ള വെള്ളമാണ് ഇതുവഴി പോകുന്നത്. നമ്മളിപ്പോൾ കല്ലാറിൻ്റെ തീരത്തൂടെ ഒരു പാലത്തിൻ്റെ മുകളിലൂടെയാണ് നടന്നു പോകുന്നത്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് പേര് ഇന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഉള്ളിലേക്ക് ഒരുപാട് കാടുകളൊക്കെ നമുക്ക് കാണാം. ഒരു മാവ് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്നു. ഈ ഒരു പഴയ പാലമാണ്. ഇതേപോലത്തെ ഒരു പുതിയ പാലം തൊട്ടപ്പുറത്തുണ്ട്. പറ്റുമെങ്കിൽ അവിടെയും കൂടെ പോവും. നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് കല്ലാറിൻ്റെ താഴെ ഡയറക്ടർ ശ്യാം പ്രസാദിൻ്റെ വീടാണ്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നൊരു അരുവിയാണ്. ശ്യാം പ്രസാദിൻ്റെ ഇറു എന്ന് പറയുന്ന സിനിമയുടെ ഒരു ബോർഡും കൂടി നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇത് അയാൾ ഇവിടെ പണിഞ്ഞ് വെച്ചൊരു വീടാണ്. അയാൾ അപൂർവ ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ കാണുള്ളൂ. ബാക്കി ദിവസങ്ങളിൽ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ആയി പുറത്താണ്. വളരെ മനോഹരമായൊരു വീടാണ്. ഉള്ളിലേക്ക് നമുക്ക് കയറാൻ കഴിഞ്ഞില്ല, ഇവിടെ ആളില്ലാത്തതുകൊണ്ട്. നമ്മൾ ഈ പുറകിൽ കാണുന്നതാണ് ശ്യാം പ്രസാദിൻ്റെ വീട്. ഇവിടെ തന്നെ വീട് വെക്കാനുള്ള കാരണം ഇതിൻ്റെ മനോഹരമായ ഗിറ്റാറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് സിനിമയ്ക്ക് വേണ്ടി എഴുതാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീട് ഇവിടെ തയ്യാറാക്കിയത്. ഇവിടെ ഇരുന്നു കൊണ്ട് എഴുതുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ഫീലൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ വന്ന് എഴുതുന്നത്. ഇത് സ്വന്തമായി ഉണ്ടാക്കിയ ഒരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ആ ഒരു ഗേറ്റിന് തന്നെ ഒരു പ്രത്യേക തരം ഒരു ഭംഗിയോടുകൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ വീടിൻ്റെ ഉള്ളൊക്കെ മനോഹരമായ ഭംഗിയിലൂടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതാണ് യഥാർത്ഥ മൂന്നാറിന്റെ സ്റ്റൈൽ. ചെക്കിങ്ങിലടാ ഭയങ്കര തിരക്ക്. നമ്മളിപ്പോ പൊന്മുടി എത്താറായി. പൊന്മുടിയിലെ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. മുകളിലേക്ക് പോകാനാണ് എല്ലാവരും ക്യൂ നിൽക്കുന്നത്. 22 ഹെയർ പിന്ന് താണ്ടി അങ്ങ് മുകളിലെത്തുമ്പോഴാണ് മഞ്ഞ് കാണാൻ കഴിയുന്നത്. പിന്നോട്ട് 18 കിലോമീറ്റർ ദൂരമുണ്ട് 22 ഹെയർ പിന്ന് കയറുമ്പോൾ. ഇപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടിക്കറ്റ് വന്നാടെ നമ്മള് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ കയറി പോവുകയാണ്. അവിടെ ഭയങ്കര തിരക്കാണ്. ടിക്കറ്റ് കൊടുക്കുന്നതിന്റെ തിരക്കാണ്. അവിടെ 2 പോലീസുകാർ നിൽപ്പുണ്ട് നിയന്ത്രിക്കാൻ. ക്യാമറ ഉള്ളവർക്ക് 300 രൂപ കൊടുക്കണം. നമ്മൾ ക്യാമറ ഇല്ല, ഫോണിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 22 ഹെയർ പിന്നുകൾ താണ്ടി നമ്മളങ്ങ് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
കയറാൻ പോകുന്നതാണ്. ഒന്നാമത്തെ ഹെയർ പിൻ ആണ്. വണ്ടി വന്നാൽ നമ്മൾ ഈ കയറിയതാണ് ഒന്നാമത്തെ ഹെയർ പിൻ. ഒരാൾ സൈക്കിളിൽ ഹീറോ ആയി പോകുന്നു. എടാ നല്ല മണമുണ്ടാ തന്നെ. വളരെ മനോഹരമായ ഒരു മല കാണാൻ കഴിഞ്ഞു പൊന്മുടിയിലെ. നമ്മളിപ്പോൾ പൊന്മുടിയുടെ ബ്യൂട്ടിഫുൾ ഒരു വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വെയിലുണ്ട് എങ്കിൽ പോലും വളരെ വളരെ രസത്തിലാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് ആ മുകൾ വശത്തേക്ക് നമുക്കൊന്ന് പോകണം. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ഇവിടെയൊക്കെ ഫുള്ള് വണ്ടികളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. താഴോട്ട് പോയ ഒരു റോഡൊക്കെ നമുക്ക് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പൊന്മുടിയുടെ ഏറ്റവും മുകളിലാണ്. ഇവിടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഫുള്ള് വണ്ടികളാണ്. ഈ ഒരു കൊറോണ ആയിട്ട് പോലും ഭയങ്കര ജനങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ മഞ്ഞൊന്നും നമുക്ക് അധികം കാണാനില്ല. ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് മഞ്ഞുള്ളത്. അതുപോലെ തന്നെ പിന്നെ ഡിസംബറിലും കുറച്ച് ദിവസങ്ങളിൽ മഞ്ഞുണ്ടാവും. അല്ലാതെ ഇവിടെ മഞ്ഞില്ല. ഈ ഒരു ക്ലൈമറ്റാണ് നമുക്കിവിടെ എപ്പോഴും കാണാൻ കഴിയുന്നത്. ഇളം തണുപ്പ് നമുക്കിവിടെ അനുഭവപ്പെടാൻ കഴിയും. വെയിലുണ്ടെങ്കിൽ പോലും നല്ല തണുപ്പ് നമുക്കിവിടെ അനുഭവപ്പെടാൻ കഴിയും. കോട മഞ്ഞൊന്നും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. നമ്മൾ അങ്ങ് മുകളിലോട്ട് പോയി അവിടുത്തെ കുറച്ച് വ്യൂ ഒക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. മഞ്ഞ് കാണാൻ വന്നവർക്ക് വെയിലും കണ്ടുകൊണ്ട് പോകാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ മുകളിലേക്ക് പോവുകയാണ്. അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ലോക്ക്ഡൗണിന് ശേഷം ഇവിടെ വരുമ്പോൾ ആൾക്കാർ തോനെയുണ്ട്, പക്ഷേ മഞ്ഞൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ജൂൺ ജൂലൈ മാസത്തിലൊക്കെയാണെങ്കിൽ ഇവിടെ ഒരാൾ നിന്നാൽ തന്നെ കാണില്ല. അത്രയ്ക്ക് കോട മഞ്ഞ് ഇറങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ വലിയ മഞ്ഞൊന്നുമില്ല. ചെറിയ വെയിലും അതുപോലെ തന്നെ ചേളം കാറ്റുമൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്ത് പറയാ, ഇവിടെ ദിവസേന അനേകായിരം വണ്ടികളാണ് ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരാൾക്ക് 2 മണിക്കൂർ ടൈമാണ് അലോട്ട് ചെയ്തേക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് അതിൻ്റെ മുകളിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് വിഷ്വൽസ് കൂടെ കാണാം. നമ്മളിപ്പോൾ മുകളിലേക്ക് പോകുന്ന വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ആകാശം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നമുക്ക് ആ മേലിലാണ് കയറേണ്ടത്. അത് മുകളിലെത്തി. ഇവിടെ കയറാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നിന്ന് ഇവിടുത്തെ വ്യൂ കാണാം. ഇവിടെ നിന്നൊരു വ്യൂ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വെയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തണുത്ത അന്തരീക്ഷവും കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കുമ്പോൾ നല്ലൊരു ഫീലൊക്കെ കിട്ടുന്നില്ലേ. വണ്ടികൾ പാർക്ക് ചെയ്തേക്കുന്ന ഒരു രക്ഷയില്ല. നിര എന്നും പറഞ്ഞ് വണ്ടികൾ പാർക്ക് ചെയ്തേക്കുവാണ്. നമ്മളിപ്പോൾ നിന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത്. അവിടുത്തെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.